ഹായ് ഹലോ ഓണമൊക്കെ അല്ലേ, നമുക്കൊരു ഫോട്ടോഷൂട്ടിന് പോയാലോ? വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ, ചെറുതായിട്ടായാലും നമുക്ക് മൂന്നുപേരും കൂടി ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയത് പതിവിലും നേരത്തെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബസ് പോയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് കുറച്ച് നേരം നമ്മുടെ മൈലാഞ്ചിയുടെ ഷോ ഒക്കെ കാണിക്കാം. എന്തായാലും വെറുതെ ഇരിക്കുമല്ലേ, അപ്പം ഇരുന്ന് കുറച്ച് ഒരുങ്ങിയേക്കാന്ന് വിചാരിച്ചേ. കണ്ടോ, ഇതെന്തോ ഒരുക്കാന്നറിയാവോ, കുറെ നേരമായി. പ്രതികാരം വല്ലതും ചെയ്യുവാണോ അടിച്ചു? ഈ പ്രതിഭ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ലൊക്കേഷൻ മനസ്സിലാവും തോന്നുന്നു. നമ്മുടെ നാപ്പാലത്തിൻ്റെ അവിടെയുള്ള ലൊക്കേഷനാണ് ഗൈസ്. മിക്കവരും ഇവിടെ വന്ന് ഫോട്ടോഷൂട്ടും റീൽസും ഒക്കെ എടുക്കുന്ന കാരണം റീൽസിലൊക്കെ ഇത് തന്നെയുള്ളതെന്നാണ് തോന്നുന്നത്. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോ എടുക്കുന്ന ചേട്ടൻ ലേറ്റായി. പിന്നെ ഞങ്ങൾ പോസൊക്കെ നോക്കി കുറേ നേരം അവിടെ നിന്ന് പോസ്റ്റായി. പിന്നെ അവിടെയുള്ള കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇവൾ. ഗായ്സ്, ഇത് രണ്ടും കൂടെ ഇവിടെ കാണിക്കും. എക്സസൈസ് ചെയ്യാനാണ് ഗായ്സ്, ഓണ പരിപാടിക്കല്ലേ എക്സസൈസ് ചെയ്യാൻ. മിച്ചു ഒരു കാലം വിട്ടു കൊടുക്കണം മിച്ചു. ഫോട്ടോ എടുത്തെടുത്ത് ക്ഷീണിച്ച് നമ്മൾ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കടയിലേക്ക് കയറിയിരിക്കുവാണ് കേട്ടോ. അവിടെ പോയ പിന്നെ ഭയങ്കര കൺഫ്യൂഷനാണ്. 3 പേരും മെനു കാർഡ് നോക്കി ഇങ്ങനെ ഇരിക്കും. 3 പേർക്ക് ഒരേപോലെ കുടിക്കാനെടുക്കാമെന്നാണ് നമ്മുടെ തീരുമാനമെങ്കിലും നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും 3 പേർക്ക് 3 ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഗൈസ്, നമുക്ക് ഷേക്ക് മേടിച്ച് തന്നത് അർച്ചു പിസ്തയും പറഞ്ഞു, ഞാൻ സ്ട്രോബെറി പറഞ്ഞു, അവൾ ചോക്ലേറ്റ് പറഞ്ഞു. ഗൈസ്, ഇനി അത് വരാനുള്ള വെയിറ്റിങ്ങിലാണ്. 3 പേരും ഒരേ ഫ്ലേവർ പറഞ്ഞിരുന്നെങ്കിൽ പെട്ടെന്ന് കിട്ടിയത്. ഗൈസ്, 3 ആയത് കാരണം ഭയങ്കരമായിട്ട് സമയം എടുത്തില്ല. ആകെയായിരുന്നു മനുഷ്യനാണ് എങ്ങനെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ മതി എന്നായിരുന്നു. ഷേക്ക് കയ്യിലോട്ട് ഇടാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വക കുറച്ച് പ്രഹസനങ്ങളാകാം ഇനി. എന്ത് ചെയ്യാനാ, പ്രഹസനം കാണിക്കാനല്ലേ വഴിയുള്ളൂ. അവൾമാരുടെ ഷേക്ക് കൊണ്ടുവന്നിട്ട് എൻ്റെ ഷേക്ക് കൊണ്ടുവന്നില്ലായിരുന്നു കേട്ടോ. ഞാൻ ആകെപ്പാട് പോസ്റ്റായിപ്പോയി. പിന്നെ അവസാനം ചേട്ടൻ കൊണ്ടുവന്നേ. പിന്നെ നമ്മൾ 3 പേരും കൂടെ അങ്ങ് കുടിച്ച്. അങ്ങനെ ഷേക്കും കുടിച്ച് പുറത്തോട്ടിറങ്ങിയപ്പോൾ ദേ ഇരിക്കുന്ന ഐസ്ക്രീം. പിന്നെ തൊണ്ടയുടെ കാര്യം എടുത്തിട്ട് നമ്മൾ ഐസ്ക്രീം വേണ്ടെന്ന് വെച്ചാൽ കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേ. അങ്ങനെ ദേ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുവാണ്. ബസ്സിന് വേണ്ടി നമ്മള് എങ്ങനെ ഒരുങ്ങി വന്നതാ ഇപ്പോൾ? രാവിലെ ഒരുങ്ങി വന്നു. ഇങ്ങനെ പോകുമ്പോൾ ഈ കോലമൊക്കെയാ. ബസ് വന്നിട്ട് ബസ്സിൽ കയറിയിട്ട് വീട്ടിൽ പോയിട്ട് കാണാം. ബൈ ബൈ. അങ്ങനെ ബസ് കയറി നമ്മൾ സ്റ്റോപ്പിൽ ഇറങ്ങി. ഗൈസ്, ഇനി വീട്ടിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. പിന്നെ ഒരുത്തിടെ മുല്ലപ്പൂവൊക്കെ 4 വഴിക്കായി. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഓക്കെ, ചെയ്യും, നടക്കണോ.